ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോ വന്നിട്ട് ഇത് XXL സൈസാണ് വരുന്നത്. കളർ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നത്. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്നുമില്ല, വർക്കിൻ്റെ മാത്രം വീഡിയോസേ ഉള്ളൂ. ആദ്യം തന്നെ ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ബോഡി പാർട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര ലെങ്ത്ത് അതുപോലെ വിടുത്ത് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതേപോലെ തന്നെ ഒരു ബട്ടർ പേപ്പറിന് മുകളിൽ വെച്ചിട്ടൊന്ന് ട്രേസ് എടുക്കുക. നമുക്ക് ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ നെക്ക് അകലം, ഷോൾഡർ, അതുപോലെ ചെസ്റ്റൊക്കെ എത്ര വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നതിന് കുറച്ചും കൂടി എളുപ്പം. സാധാരണ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ബട്ടർ പേപ്പറിൽ ട്രേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബട്ടർ പേപ്പറിൽ അതിൽ നമുക്കിതുപോലെ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ ബട്ടർ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ബോഡിയുടെ മീറ്റർ വശം മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് മെറ്റീരിയൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെച്ചിട്ട് ഇതേപോലെ പേപ്പർ മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഫുള്ള് അപ്പോൾ ചോക്ക് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ ഡിസൈൻ കൈവച്ചിട്ട് തന്നെ വരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരച്ചെടുക്കാം. ഞാൻ ഏകദേശം എല്ലാം കൈവച്ചിട്ട് തന്നെയാണ് വരക്കുന്നത്. ഇതൊന്ന് ഞാൻ ട്രേസ് എടുത്തിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. നമുക്കത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പിന്നൂത്തി എന്തെങ്കിലും കുത്തി കൊടുക്കുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അത് മൊത്തം വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പെൻസിൽ കൊണ്ട് വരച്ചതുകൊണ്ടായിരിക്കും കേട്ടോ ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത്. അപ്പോൾ നമുക്ക് ആം ഹോളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് നമ്മൾ തയ്യൽ തമ്മിൽ 2 ഇഞ്ച് എടുത്തിട്ടുണ്ടാകും. ആ 2 ഇഞ്ചും കൂടി വിട്ടിട്ട് വേണം നമ്മൾ ഈ ഡിസൈനൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡിസൈൻ ഞാൻ പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചെടുത്തിട്ടുണ്ട്. അത് കാണിക്കാതെ ഇരുന്ന് വെച്ചാൽ ഞാൻ മൊബൈൽ നോക്കിയിട്ടാണ് എനിക്ക് ഡിസൈൻ വരക്കേണ്ടത്. അതുകൊണ്ട് അത് കാണിക്കാതെ അതിന് ശേഷം അതിന് മുകളിൽ പെന്ന് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. സിമ്പിളായിട്ട് ഡിസൈനാണ്. ഇങ്ങനെ കുറച്ചിങ്ങനെ പൂക്കളും അതുപോലെ ഇങ്ങനെ തണ്ടൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോകുന്ന രീതിക്കുള്ള ഡിസൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് അതേപോലെ ട്രേസ് ചെയ്യാൻ മെറ്റീരിയലിൽ കാർബൺ പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇത് വെച്ച് കൊടുക്കുക. ഏറ്റവും അടിയിൽ മെറ്റീരിയൽ വെക്കണം. മെറ്റീരിയലിന് വിധ കാർബൺ പേപ്പർ വെക്കാം, അതിന് വിധ ബട്ടർ പേപ്പർ വെക്കാം. എന്നിട്ട് ട്രേസ് ചെയ്തെടുക്കാം. നമുക്ക് ഞാനിവിടെ ആരി വർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ നീഡിൽ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആരി വർക്ക് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സാധാരണ നോർമൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ മുമ്പ് എല്ലാ വീഡിയോസിലും എൻ്റെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡിസൈനാണ് കാണിച്ചത്. അപ്പോൾ അതൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആരി വർക്കിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് കളർ നൂല് തന്നെയാണ്. നമുക്ക് ആരി വർക്കിൻ്റെ തന്നെ ത്രെഡ് പല കളറിൽ, അതായത് നമ്മുടെ മെറ്റീരിയലിനനുസരിച്ച് പല കളറിലും കിട്ടും. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ അതേ സെയിം കളർ എടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാൻ അതുപോലെ ബ്ലാക്ക് കളർ തന്നെ എടുത്ത് ഇനി ആ കളർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നൂല് വെച്ചിട്ട് നമുക്ക് ഈ ആരി വർക്കിൻ്റെ സൂചി വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ 30 രൂപയുടെ കട്ട് ബീഡ്സ് വന്നിട്ട് എടുത്ത് 30 രൂപയ്ക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്നുണ്ട്. 30 രൂപയുടെ കട്ട് ബീഡ്സും അതുപോലെ ഒരു വൈറ്റ് കളർ സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു 10 രൂപക്കാണ് വാങ്ങിയത്. അതുപോലെ തന്നെ വേറൊരു മിക്സ് ആയിട്ടുള്ളൊരു കളറും കൂടി കട്ട് ബീഡ്സ് വാങ്ങിയത്. അതൊരു 20 രൂപക്ക്. ടോട്ടൽ ഒരു 50 രൂപ വരെ ബീഡ്സും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഫുൾ വർക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ വർക്ക് കാണാൻ ഒരുപാട് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ബീഡ്സും കാര്യങ്ങളൊക്കെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ തൂക്കി വാങ്ങിക്കാൻ പറ്റും. 5, 10 അങ്ങനെ വാങ്ങിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് വാങ്ങിയിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ തണ്ടും അതുപോലെ ലീഫൊക്കെ നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ആരി വർക്കിൻ്റെ ക്ലാസ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം. ഇനി നമുക്ക് ഫ്ലവറിൽ ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഗമ്മ് B7000 ആണ് കേട്ടോ. ഞാൻ ഈ ഗമ്മ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. വളരെ നല്ല ഗമ്മാണ്. ഒട്ടിപ്പിടിച്ചാൽ വേഗത്തിൽ ഇളകി പോകില്ല. മറ്റേ ഫാബ്രിക് ഗ്ലൂ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. B7000 ആണ്. അപ്പോൾ ഞാൻ പണ്ടേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ഗമ്മ് വെച്ചിട്ടാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ സ്റ്റോണിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഒരു ഗമ്മ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്ലവർ പോലെ
ഇനി ചുറ്റുമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഫ്ലവറിന് മാത്രമേ ഇതുപോലെ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഇവിടെ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വശം മാത്രം ഫിനിഷ് ചെയ്തിട്ട് വീഡിയോ എടുത്തതാണ്. ഫുള്ള് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഓൾറെഡി സ്റ്റോറേജ് ഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ആക്കി വേണം അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തോ ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്